താനാരാ? അതൊരു പക്ഷെ എന്നേക്കാൾ നന്നായി നിന്റെ മമ്മിക്ക് പറയാൻ കഴിയും. നീ എന്നെ മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? എത്ര വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? എങ്കിലും സ്വന്തം കുഞ്ഞ് ഇത്രയും നാൾ നിന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നീ തിരിച്ചറിഞ്ഞില്ലേ ജെന്നി? അതോ ഇങ്ങനെ ഒന്നിനെ പെട്ടത് നീ മറന്നു? മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. 28 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നഴ്സിംഗിന് വന്ന് ജെനിഫർ എന്ന ജെന്നി എന്ന പെൺകുട്ടി ഒരു ബിസിനസ്സുകാരനുമായി പ്രണയത്തിലാവുന്നു. അയാളെ വിവാഹവും കഴിക്കുന്നു. ആ ബന്ധത്തിൽ ഒരു ആൺകുട്ടിയും ജനിക്കുന്നു. എന്നാൽ മകന്റെ രണ്ടാം പിറന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ നടന്ന വെടിവെപ്പിലും ആക്രമണത്തിലും തന്റെ ഭർത്താവ് ഒരു മാഫിയാണെന്ന് അവൾ തിരിച്ചറിയും. അവിടെ നിന്നും തന്റെ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. വാക്ക് തർക്കങ്ങളുടെയും ശകാരങ്ങളുടെയും ഒടുവിലുള്ള ഒരു രാത്രി അയാൾ അവളുടെ ഉദരത്തിൽ മറ്റൊരു ജീവൻ കൂടി സമ്മാനിച്ചു. എന്നാൽ ആ ഗർഭത്തിൽ അവൾ അസ്വസ്ഥയായിരുന്നു. ഒട്ടേറെ തവണ ഗർഭചിത്രത്തിന് ശ്രമിച്ചെങ്കിലും ഭൂമിയിൽ പിറന്നു വീഴാനായിരുന്നു ആ കുഞ്ഞിന്റെ യോഗം. എന്നാൽ പ്രസവിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ചോരക്കുഞ്ഞിനെ ആശുപത്രി കിടക്കയിൽ ഉപേക്ഷിച്ച് അവൾ അവളുടെ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ആ നാട് വിട്ടു. അവളുടെ എല്ലാ സത്യങ്ങളെയും ചില കെട്ടുകഥകൾ കൊണ്ട് അവൾ മറച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം എല്ലാ സത്യവും നിന്റെ മകനും നിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നീ എങ്ങനെയാണ് അവനോട് ചെയ്ത ക്രൂരത ന്യായീകരിക്കാൻ പോകുന്നത്? പറയൂ ജെനിഫർ. നിങ്ങൾ ആരാ? നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താ? നിന്റെ മമ്മിക്ക് രണ്ട് മക്കൾ. ഒന്ന് നീ, ഒന്നിവൻ. നീ പോണം. പോയേ പറ്റൂ. ഞാൻ അവിടെ നേരിട്ട് പോയാ? പോണം. നീ ആ വീട്ടിൽ പോകേണ്ടവൻ തന്നെയാ. അപ്പൊ കുക്കി? നോ നോ, ഡോണ്ട് സേ ദാറ്റ്. അവളും മമ്മിക്ക് മറ്റൊരാളിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞ ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ. നോ നോ. അവൾ എന്റെ മകളാണ്. നിങ്ങളുടെ അതിന് നിങ്ങളാരാ? ഇത്രയും നാൾ ഇവന്റെ പപ്പ എന്ന വേഷമായിരുന്നു എനിക്ക്. ഞാൻ നിങ്ങളുടെ പപ്പയുടെ അടുത്ത ഫ്രണ്ടായിരുന്നു. ജെനിഫർ മുംബൈ വിട്ടതിനു ശേഷം അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സ്വന്തം കുഞ്ഞ് ചോരമണം പോലും മാറാതെ കൂടെ ഉണ്ടെന്നുള്ള സത്യം പോലും അവനെ ഓർത്തില്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് ഇവനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ മകനെ വളർത്തി. 2 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പപ്പ മരിച്ചു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, എന്റെ മകൾ ജുവൽ. സത്യത്തിൽ അവൾ ആദ്യം കണ്ടത് നീയല്ല, ഇവനാ. പക്ഷേ ഞങ്ങൾ തുടങ്ങി വെച്ചതിന്റെ ബാക്കി നിങ്ങളുടെ പപ്പ മരിച്ചതോടെ ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. എന്റെ ഭാര്യയും ഞാനും അതിന്റെ പേരിൽ വഴക്കായി. അവൾ എന്റെ മകളെയും കൊണ്ടുപോയി. ഇവനെ കൊണ്ടുപോയില്ല. എന്തു പറഞ്ഞാലും വളർത്തമ്മയ്ക്ക് പെറ്റമ്മയാവാൻ കഴിയില്ലല്ലോ. എനിക്കറിയാമായിരുന്നു അവൾ എന്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നത് നിന്റെ അടുത്തേക്കാണെന്ന്. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം അവൾ ക്യാൻസർ പിടിപെട്ട് മരിച്ചു. നീ അങ്ങനെ 2 മക്കളുടെ അമ്മയായി. കാക്കക്കൂട്ടിൽ കോയിൽക്കുഞ്ഞ് വളരുന്നത് പോലെ എന്റെ മകൾ ഇവിടെ, ഞാനും ഇവനും അവിടെ. അല്ല, കുക്കിയെ മമ്മയെ പ്രസവിച്ചേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പ്രഗ്നന്റ് ആയിരുന്നു. ജിമിൻ, നിന്റെ മമ്മി പലപ്പോഴായി ആവർത്തിച്ച് പറഞ്ഞ കെട്ടുകഥകളിൽ നിന്റെ മനസ്സിൽ പതിഞ്ഞൊരു വിഷ്വൽ, അതാണ് നിന്റെ ഓർമ്മയിലുള്ള നിന്റെ കുട്ടിക്കാലം. അല്ലെങ്കിൽ അല്ലാന്ന് നിന്റെ മമ്മി പറയട്ടെ.
മമ്മി, എന്താ ഇപ്പൊ പറഞ്ഞതൊക്കെ? ശരിക്കുള്ള സത്യം മറച്ച് എന്നെ രക്ഷിക്കാനാണോ? ഞാൻ പറഞ്ഞതൊക്കെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചമഞ്ഞെടുത്ത വെറും നുണക്കഥയായിരുന്നെങ്കിൽ അവൾ എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല. അപ്പോ പറഞ്ഞതെല്ലാം സത്യമാണ്. അത് നിന്റെ മമ്മിയാ. പിന്നെ കുക്കി, അവൾ എന്റെ മകളാ. നീ എന്റെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുമല്ല. നിന്റെ ഭാഗത്തും ഒരു ശരി ഞാൻ കാണുന്നത് കൊണ്ടാ. അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് മാത്രം അറിയാവുന്ന 2 സത്യങ്ങളിൽ ഒന്ന്, അത് നീ അവളോട് ഏറ്റു പറഞ്ഞേ മതിയാവൂ. അതുവരെയും നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. പക്ഷെ ഞാൻ നിങ്ങളെ ഇനിയും പപ്പ എന്ന് വിളിക്കും. നിങ്ങളാ എന്റെ പപ്പ. നീ ഇപ്പോഴും എന്റെ മോൻ തന്നെയാ. പോരെ? ക്രിസ്, സോറി. നിന്റെ പേരെന്താ? ഇറ്റ്സ് ലൂക്ക്. നിന്നെ മമ്മ വിളിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ മമ്മി ഒരു പാവാടാ. നിന്നോട് ക്ഷമിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പോയിട്ടോ. മോനെ, എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. ലോകത്തോരോ മക്കളും പൊറുക്കാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഞാൻ ചിമ്മിയെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ നിന്നെ അവിടെ വിട്ടിട്ട് വന്നതിന് ശേഷം നിന്നെ ഓർത്ത് കരയാത്തത് രാത്രി പോലും ഉണ്ടായിട്ടില്ല. അതിന് മാറ്റം വന്നത് കുക്കിമോള് വന്നപ്പോൾ എനിക്ക് പറ്റിപ്പോയി. ക്ഷമിച്ചേക്കാനായി പാപയോട്. ഡി, നാളെ അവളെ എങ്ങോട്ട് വിട്ടേക്ക്. അപ്പൊ ക്രിസ്റ്റി അല്ല, നീ രാവിലെ നല്ല ചൂടിലായിരുന്നല്ലോ. അത് ഞാൻ നാളെ പറയാം. നീ നാളെ കുക്കിനെ ഇങ്ങോട്ട് വിട്. ഞങ്ങള് വന്ന കാര്യം പറയണ്ട. ഓക്കെ. അപ്പൊ അവിടെ ഇഷ്യൂ ഒന്നുമില്ലേ? ക്രിസ്റ്റി, ഹലോ, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? എന്നാ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കാം. നിങ്ങൾ എന്താ ഒരാഴ്ച പറഞ്ഞിട്ട് ഇപ്പൊ വന്നതാ ചോദിച്ചേ? അവിടെ ഭയങ്കര ബോറടിയാടി. അപ്പൊ മമ്മീനെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. കൊള്ളാം. ക്രിസ്റ്റി എവിടെ? ഓഫീസിൽ പോയി. ഞാൻ റൂമിൽ പോയിട്ട് വരാം. രണ്ടും വാ, കഴിക്ക്. 2 അല്ല 3. ഇരിക്കടാ, കഴിക്കാം. മമ്മി, റൂബൻ ഇന്ന് ഈവനിങ് വരും. അവൻ തിരിച്ചു പോയില്ലേ? ഇല്ല, നാളത്തേക്കാക്കി. അതിനു മുമ്പ് ഞങ്ങളുടെ കാര്യം ഒന്ന് സംസാരിക്കണം പറഞ്ഞു. അതിപ്പോ അത് വൈകുന്നേരല്ലേ. ഇപ്പൊ ചോറ് കഴിക്ക്. ഞാനിപ്പോ വരാം. കേറി വാ. ആരുമില്ല ഇവിടെ. സൗണ്ട് ഒന്നുമില്ലല്ലോ. ഉണ്ട്.
താൻ വരുന്നു പറഞ്ഞുകൊണ്ട് മമ്മി എന്താ ഉണ്ടാക്ക കുക്കിയുടെ ഹെൽപ്പിന്. ആഹാ, ഹേയ് റോബൻ. നീ എത്തിയോ? ഇരിക്കും മോനെ, ചായ കുടിക്കാം. ആന്റി, അപ്പോ ഞങ്ങളുടെ കാര്യം? അത് എങ്ങനാ ചിമ്മി? അതിപ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടായ സ്ഥിതിക്ക്. ഹലോ, ഇതാരാ മമ്മി? അത് അത് ഹായ് കുക്കി മോളെ, എന്നെ ഓർമ്മയുണ്ടോ? സോറി, എനിക്ക് ഓർമ്മയില്ല. ഞാൻ നിങ്ങളുടെ പപ്പയുടെ ബന്ധു. നിങ്ങളുടെ മമ്മിക്കറിയാം. ദേ ഇവന് ഓർമ്മയുണ്ടാവും ഇല്ലടാ? ആ ഉണ്ട്. അപ്പൊ ഏതാ ഈ രണ്ട് പുതുമുഖങ്ങൾ? ഇതെന്റെ ഫ്രണ്ട് റൂബൻ, അത് അവന്റെ ഫ്രണ്ട് ക്രിസ്റ്റി. ഹായ് റൂബൻ. ഹായ്. അപ്പൊ എന്താണ് ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റിംഗ്? അതിവരുടെ കല്യാണക്കാര്യം. ആരുടെ? കുക്കിയുടെ റൂബന്റെ. അതിന് ഇവൾക്ക് കെട്ടാൻ പ്രായമൊക്കെ ആയോ? ആയോ ജെനി? അത് എന്റെ കൊച്ചിന്റെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കുകയാണ്. അല്ല, അത് അവര് തമ്മിൽ ഇഷ്ടത്തിലാ. ആഹാ, അപ്പോ ക്ലാസ്മേറ്റ്സ് ആണോ? ആ അതെ. അപ്പൊ വയസ്സ് സെയിം ആയിരിക്കില്ലേ? അല്ല, റൂബൻ എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാ. ശരിക്കുള്ള വയസ്സ് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോടാ? എന്നാൽ അത് പോരാ. കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഈ പ്രായത്തിനില്ല, അല്ലേ ജെനി? ആ പക്ഷെ പിള്ളേരുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാനും പാടില്ലല്ലോ. കാലം മാറിയില്ലേ. മോൾക്ക് ശരിക്കും ഇവനെ ഇഷ്ടാണോ? ആ അഗാധമായ പ്രണയം? അത് 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 അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഉണ്ട്. എന്നിട്ടെന്താ ഒരു ഉറപ്പില്ലാത്തെ? അല്ല, ഉറപ്പുണ്ട്. എനിക്കല്പം മുഖലക്ഷണമൊക്കെ നോക്കി പറയാ അറിയാട്ടോ. മോളുടെ മുഖം കണ്ടിട്ട് മോള് കള്ളം പറയാം. അല്ല ദാ ഇപ്പോഴും പറയുന്നു. അല്ല, ഞാൻ കുക്കി മോൾക്ക് റൂബനോട് പ്രേമൊന്നുമില്ല. ഉണ്ട്. ഇല്ല, ഈ മനസ്സിൽ മറ്റാരോ ആണ്. അല്ല ഈ ഷൗട്ടിൽ നിന്ന് തന്നെ മനസ്സിലായി താൻ പറഞ്ഞത് കള്ളമാണ്. അല്ല, ആരുമില്ല. ഓ, എങ്കിൽ ഞാൻ ഇതൊരു ചലഞ്ചായി എടുക്കാം. തന്റെ മനസ്സിലുള്ള ആളുടെ പേര് ഞാൻ പറയട്ടെ? വേണ്ട. ഉള്ളിൽ ആരുമില്ലെങ്കിൽ പിന്നെ താനെന്തിനാ പേടിക്കുന്നേ? മോളെ, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? വേറെ മതായോട് പറയാതിരിക്കുന്നതാണോ? മമ്മി പറ കുക്കി. മോള് ധൈര്യമായി പറഞ്ഞോ? എനിക്ക് ക്രിസ്റ്റിയ ഇഷ്ടം. ഞങ്ങൾ ആദ്യം അവന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെ നീ എന്തിനാ വേണ്ട പറഞ്ഞേ? അത് ഇവിടെ മറ്റവളെ റേപ്പ് ചെയ്തുകൊണ്ട് വേറെ ആരെയും കെട്ടാൻ പറ്റാത്തോണ്ട്